രാവിലെ തന്നെ ഉറക്കമേണ്ടിട്ട് ഗവിയിലേക്ക് പോവാണെന്ന്. നേരത്തെ പോയാലേ വന്യജീവികളൊക്കെ കാണാൻ പറ്റും. ഇത് വന്യജീവി അല്ല, എന്റെ അമ്മയാണ്. പിന്നെ ജീപ്പിന്റെ സൺറൂഫ് ഒക്കെ തുറന്നിട്ട് ഞാനും അച്ഛനോട് മഞ്ഞിന്റെ ടേസ്റ്റ്. ഇനിയിപ്പോ വന്യജീവികളെ കണ്ടുപിടിക്കണം. സർച്ചിങ് ആണ് എല്ലാവരും. ഞാൻ കുറെ നോക്കി, ഒരു മണിത്തത്തെ പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മന്തിക്കട ആയിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടുപിടിച്ചേനമ്മ. ഒത്തിരി ദൂരെ കുറെ ആനകളെ കാണാൻ പറ്റും. ഈ കാട്ടുവഴി കൂടെയുള്ള ജീപ്പ് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ എനിക്ക് ഇളകി. ഈ പശു ഒറിജിനൽ ആണെന്ന് അറിയാൻ തൊട്ട് നോക്കാണ് ഇപ്പോ. അങ്ങനെ ഗവി എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോ ട്രക്കിങ്ങിന് പോവാണ്. അങ്ങനെ കുറെ ദൂരം നടന്ന് കിടന്ന് നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തി. പക്ഷെ ക്ലൈമറ്റ് അല്ലാത്തോണ്ട് കോടയൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് സുഭാഷ് വീണ പൊത്ത്. സുഭാഷ് വന്നില്ല, ഒരു എലി ഇറങ്ങി തന്തയ്ക്ക് വിളിച്ചു. ഇനി അടുത്ത പരിപാടി ബോട്ടിംഗ് ആണ്. അങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞ് നമ്മളൊരു വാട്ടർഫോൾസിലെത്തി. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചു പോവാണ്. ഇവിടെ പിള്ളേർക്ക് ആടാൻ വേണ്ടിട്ട് ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് അമ്മയെ കയറ്റി ആട്ടി. പിന്നെ ഇവിടുന്ന് കുറെ ഞറങ്ങാണി ഗ്യാങ്ങിനെ കിട്ടി. പിന്നൊന്നും നോക്കില്ല, പിള്ളേരെ കൂടെ ഞാനും ഇരുന്ന് അങ്ങോട്ട് നിരങ്ങി. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ജീപ്പിൽ കയറി നേരെ റിസോർട്ടിലേക്ക് പോയി. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വിശേഷം. ബൈ.